ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളായ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നീ ബാങ്കുകളിലെ IT ഓഫീസർ, അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ, ലോ ഓഫീസർ, HR അല്ലെങ്കിൽ പേഴ്സണൽ ഓഫീസർ, മാർക്കറ്റിംഗ് ഓഫീസർ എന്നീ തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 1007 ഒഴിവുകളാണുള്ളത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട തീയതി 1/7/2025 മുതൽ 21/7/2025 വരെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. തസ്തികകൾ IT ഓഫീസർ സ്കെയിൽ 1, അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ സ്കെയിൽ 1, രാജ്ഭാഷ അധികാരി സ്കെയിൽ 1, ലോ ഓഫീസർ സ്കെയിൽ 1, HR അല്ലെങ്കിൽ പേഴ്സണൽ ഓഫീസർ സ്കെയിൽ 1, മാർക്കറ്റിംഗ് ഓഫീസർ സ്കെയിൽ 1. ഇത്രയും തസ്തികകളാണുള്ളത്. ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി 21/7/2020. ഇതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത് 48,480 രൂപ മുതൽ 85,920 രൂപ വരെയാണ്. ഇനി പ്രായപരിധി നോക്കാം. ഇതിന്റെ കട്ട് ഓഫ് ഡേറ്റ് 1/7/2025 ആണ്. മിനിമം 20 വയസ്സ്, മാക്സിമം 30 വയസ്സ്. അതായത് 2/7/1995 1/7/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. ഏജ് റിലാക്സേഷൻ SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും PWBDക്ക് 10 വർഷവും എക്സ് സർവീസ്മാൻമാർക്ക് 5 വർഷവും വയസ്സിളവ് ഉണ്ടായിരിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. IT ഓഫീസർ 4 ഇയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ ഗ്രാജുവേറ്റ് ഹാവിംഗ് പാസ്ഡ് DO EACC B ലെവൽ. അടുത്തത് അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 4 ഇയർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ വെറ്ററിനറി സയൻസ് അല്ലെങ്കിൽ ഡയറി സയൻസ് അല്ലെങ്കിൽ ഫിഷറി സയൻസ് അല്ലെങ്കിൽ അഗ്രി മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് അല്ലെങ്കിൽ അഗ്രോ ഫോറസ്ട്രി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബയോടെക്നോളജി അല്ലെങ്കിൽ BTech ബയോടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് സയൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫിഷറീസ് എഞ്ചിനീയറിംഗ്. അടുത്തത് രാജ്ഭാഷ അധികാരി. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ സാൻസ്ക്രിറ്റ് വിത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. അടുത്ത ലോ ഓഫീസർ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചലർ ഡിഗ്രി ഇൻ ലോ LLB ആൻഡ് എൻറോൾഡ് ആസ് ആൻ അഡ്വക്കേറ്റ് വിത്ത് ബാർ കൗൺസിൽ. അടുത്തത് HR ഓർ പേഴ്സണൽ ഓഫീസർ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആൻഡ് 2 ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഓർ 2 ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെങ്കിൽ HR അല്ലെങ്കിൽ HRD അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ലേബർ ലോ. അടുത്തത് മാർക്കറ്റിംഗ് ഓഫീസർ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആൻഡ് 2 ഇയർ ഫുൾ ടൈം MMS മാർക്കറ്റിംഗ് അല്ലെങ്കിൽ 2 ഇയർ ഫുൾ ടൈം MBA മാർക്കറ്റിംഗ് അല്ലെങ്കിൽ 2 ഇയർ ഫുൾ ടൈം PGDBA അല്ലെങ്കിൽ PGDM വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ്. ഈ തസ്തികകളുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഫസ്റ്റ് പ്രിലിമിനറി എക്സാം, സെക്കൻഡ് മെയിൻ എക്സാം, തേർഡ് ഇന്റർവ്യൂ എന്നിങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. ഇനി സെലക്ഷൻ പ്രോസസ്സിലെ എക്സാമിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം പ്രിലിമിനറി എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ്. പ്രിലിമിനറി എക്സാം ഓരോ തസ്തികയ്ക്കും സെപ്പറേറ്റ് ആണ്. ആദ്യം ലോ ഓഫീസർ ആൻഡ് രാജ്ഭാഷ അധികാരി. അതിന്റെ സിലബസ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, മീഡിയം ഇംഗ്ലീഷ്, ടൈം 40 മിനിറ്റ്. അടുത്തത് റീസണിംഗ് ആണ്. 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് അതിന്റെ മീഡിയം വരുന്നത്. ഡ്യൂറേഷൻ 40 മിനിറ്റ് ആണ്. മൂന്നാമതായി വരുന്നത് ജനറൽ അവയർനെസ് ആണ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി. 50 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്കാണ്, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് അതിന്റെ മീഡിയമായി വരുന്നത്. 40 മിനിറ്റ് ആണ് അതിന്റെ ഡ്യൂറേഷൻ. അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ്, 125 മാർക്ക്, 2 മണിക്കൂറാണ് ഈ എക്സാമിന്റെ ടൈം ഡ്യൂറേഷൻ. IT ഓഫീസർ, അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ, HR ഓർ പേഴ്സണൽ ഓഫീസർ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ ഇവരുടെ പ്രിലിമിനറി എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. 50 ക്വസ്റ്റ്യൻ ആണ്, 25 മാർക്കാണ്, മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ആണ്, ടൈം ഡ്യൂറേഷൻ 40 മിനിറ്റ് ആണ്. അടുത്തത് റീസണിംഗ് ആണ്. 50 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്കാണ്, മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ്,
40 മിനിറ്റ് ആണ് ടൈം ഡ്യൂറേഷൻ. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്കാണ്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് എൻ്റെ മീഡിയം വരുന്നത്. 40 മിനിറ്റ് ആണ് അതിന്റെ ടൈം ഡ്യൂറേഷൻ. അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ്, 125 മാർക്ക്, 2 മണിക്കൂറാണ് ഇതിന്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത്. ഇനി മെയിൻ എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ്. ലോ ഓഫീസർ, IT ഓഫീസർ, അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ, HR പേഴ്സണൽ ഓഫീസർ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ, ഈ തസ്തികയുടെ മെയിൻ എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ്. സബ്ജക്ട് വരുന്നത് പ്രൊഫഷണൽ നോളജ് ആണ്. ക്വസ്റ്റ്യൻ 60 ക്വസ്റ്റ്യൻസ് ആണ്, 60 മാർക്കാണ്. മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ടൈം ഡ്യൂറേഷൻ 45 മിനിറ്റ് ആണ്. അടുത്ത പോസ്റ്റ് രാജ്ഭാഷ അധികാരി. മെയിൻ എക്സാമിന്റെ സബ്ജക്ട് വരുന്നത് പ്രൊഫഷണൽ നോളജ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. 45 ക്വസ്റ്റ്യൻ ആണുള്ളത്. പ്രൊഫഷണൽ നോളജ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. രണ്ടോടും ചേർത്ത് 60 മാർക്കാണ്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് ഇതിന്റെ മീഡിയം വരുന്നത്. 60 മിനിറ്റ് ആണ്, 30 മിനിറ്റ് വീതം 60 മിനിറ്റ് ആണ് ഇതിന്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത്. ഓൺലൈൻ എക്സാമുകളുടെ കേരളത്തിലെ സെന്ററുകൾ നോക്കാം. പ്രിലിമിനറി എക്സാമിന്റെ സെന്ററുകൾ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. മെയിൻ എക്സാമിന്റെ സെന്ററുകൾ ആലപ്പുഴ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം. ഇനി ഓരോ തസ്തികയിലെയും ഓരോ ബാങ്കിലെ ഒഴിവുകളെ കുറിച്ച് നോക്കാം. അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസറുടെ ഒഴിവുകളാണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലാണ് 80 ഒഴിവുകളാണുള്ളത്. 12 SCക്ക്, 6 STക്ക്, OBCക്ക് 21, EWSന് 8, അൺറിസർവ്ഡ് 33. അങ്ങനെ 80 ഒഴിവുകളാണുള്ളത്. PWBDക്ക് HIക്ക് 1, OCക്ക് 1, IDക്ക് 1. അങ്ങനെ PWBDക്ക് 3 ഒഴിവുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലാണ്. അവിടെ 80 ഒഴിവുകളാണുള്ളത്. SCക്ക് 12, STക്ക് 6, OBCക്ക് 21, EWSന് 8, അൺറിസർവ്ഡ് 33. അങ്ങനെ ടോട്ടൽ 80. PWBDക്ക് HIക്ക് 1, OCക്ക് 1, VIക്ക് 1. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. 150 ഒഴിവുകളാണുള്ളത്. SCക്ക് 22, STക്ക് 11, OBCക്ക് 40, EWSന് 15, അൺറിസർവ്ഡ് 62. അങ്ങനെ ടോട്ടൽ 150. PWBDക്ക് HIക്ക് 1, OCക്ക് 2, VIക്ക് 1, IDക്ക് 2. അങ്ങനെ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ തസ്തികയ്ക്ക് 310 ഒഴിവുകളാണ് ടോട്ടലായിട്ടുള്ളത്. അടുത്ത തസ്തിക HR പേഴ്സണൽ ഓഫീസർ. ബാങ്ക് ഓഫ് ബറോഡയിലാണ് അതിന് ഒഴിവുകളുള്ളത്. 10 ഒഴിവുകളാണ് ഉള്ളത്. SCക്ക് 1, OBCക്ക് 2, EWSന് 1, അൺറിസർവ്ഡ് 6. അങ്ങനെ 10 ഒഴിവുകളാണ് HR തസ്തികയിലേക്കുള്ളത്. അടുത്തത് IT ഓഫീസർ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 80 ഒഴിവുകളാണുള്ളത്. SCക്ക് 12, STക്ക് 6, OBCക്ക് 21, EWSന് 8, അൺറിസർവ്ഡ് 33. PWBDക്ക് HIക്ക് 2, OCക്ക് 1 എന്നിങ്ങനെ 3 ഒഴിവുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ 20 ഒഴിവുകളാണുള്ളത്. SCക്ക് 3, STക്ക് 1, OBCക്ക് 5, EWSന് 2, അൺറിസർവ്ഡ് 9. അങ്ങനെ ടോട്ടൽ 20. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. 100 ഒഴിവുകളാണുള്ളത്. SCക്ക് 15, STക്ക് 7, OBCക്ക് 27, EWSന് 10, അൺറിസർവ്ഡ് 41. അങ്ങനെ 100 ഒഴിവുകളാണുള്ളത്. PWBDക്ക് HIക്ക് 1, OCക്ക് 1, VIക്ക് 1, IDക്ക് 1. അങ്ങനെ IT ഓഫീസർ തസ്തികയിൽ 203 ഒഴിവുകളാണ് ഉള്ളത്. അടുത്ത തസ്തിക ലോ ഓഫീസർ. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 1 ഒഴിവാണുള്ളത്. അത് അൺറിസർവ്ഡ് ആണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 30 ഒഴിവാണ്. 4 SCക്ക്, 2 STക്ക്, OBCക്ക് 8, EWSന് 3, അൺറിസർവ്ഡ് 13. PWBDയിൽ OCക്ക് 1. അടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 25 ഒഴിവുകളാണുള്ളത്. SCക്ക് 3, STക്ക് 1, OBCക്ക് 6, EWSന് 2, അൺറിസർവ്ഡ് 13. OCക്ക്, അതായത് PWBDയിൽ OCക്ക് 1. അങ്ങനെ ടോട്ടൽ 56 ഒഴിവുകളാണ് ലോ ഓഫീസർ തസ്തികയിലുള്ളത്. അടുത്ത തസ്തിക മാർക്കറ്റിംഗ് മാനേജർ. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മാത്രമാണ് ഒഴിവുകളുള്ളത്. 350 ഒഴിവുകളാണുള്ളത്. അതിൽ 52 SCക്ക്, 26 STക്ക്, 94 OBCക്ക്, 35 EWSന്, 143 അൺറിസർവ്ഡ്. PWBDയിൽ HIക്ക് 3, OCക്ക് 4, VIക്ക് 3, IDക്ക് 4. അങ്ങനെ ടോട്ടൽ 350 ഒഴിവുകളാണ് മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിലുള്ളത്. അടുത്ത തസ്തിക രാജ്ഭാഷ. ബാങ്ക് ഓഫ് ബറോഡയിൽ 23 ഒഴിവുകളാണുള്ളത്. SCക്ക് 3, STക്ക് 1, OBCക്ക് 6, EWS 2, അൺറിസർവ്ഡ് 11. അടുത്തത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. 10 ഒഴിവുകളാണുള്ളത്. SCക്ക് 1, OBCക്ക് 2, EWSന് 1, അൺറിസർവ്ഡ് 6. അങ്ങനെ 10. അടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 20 ഒഴിവുകളാണുള്ളത്. SCക്ക് 3, STക്ക് 1, OBCക്ക് 5, EWSന് 2, അൺറിസർവ്ഡ് 9. അങ്ങനെ ടോട്ടൽ 20. അടുത്തത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ 14 ഒഴിവുകളാണുള്ളത്. SCക്ക് 2, STക്ക് 1, OBCക്ക് 3, EWSന് 1, അൺറിസർവ്ഡ് 7. അങ്ങനെ ടോട്ടൽ 14 ഒഴിവ്. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 10 ഒഴിവുകളാണുള്ളത്. SCക്ക് 1, OBCക്ക് 2,
EWS 1, അൺറിസർവ്ഡ് 6. അങ്ങനെ ടോട്ടൽ 78 ഒഴിവുകളാണ് രാജ്ഭാഷ അധികാരിയിലുള്ളത്. ഇനി അപ്ലൈ ചെയ്യേണ്ട വിധം നോക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.ibps.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. SC ST PWBD ഉദ്യോഗാർത്ഥികൾക്ക് 175 രൂപയും മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 850 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാമറ ഉള്ള ഫോണിലോ അല്ലെങ്കിൽ വെബ്ക്യാം ഉള്ള കമ്പ്യൂട്ടറിലോ വേണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. കാരണം ലൈവ് ഫോട്ടോ ആവശ്യമായി വരും. ഈ തസ്തികകളിലേക്ക് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 21/7/2025 ആണ്. നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ അയക്കുക. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.